ഹലോ എവരിവൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എസ്റ്റോണിയ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ടാലിനിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഹെൽസിങ്കിയിൽ നിന്ന് ടാലിനിലേക്ക് വരാനായിട്ട് ക്രൂയിസ് ഷിപ്പ് എടുത്തതും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളും ഭക്ഷണങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങളിപ്പോൾ ടാലിനിലെ പോർട്ടിൽ ക്രൂയിസ് ഇറങ്ങിയിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത അപ്പാർട്ട്മെൻറ്റിലേക്ക് നടക്കുകയാണ്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് നടക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇപ്പോൾ സമയം വൈകിട്ട് 3:45. നല്ല ഇരുട്ടായിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ടാലിൻ നഗര കാഴ്ചകളും കണ്ടുകൊണ്ട് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലെത്തി. എല്ലാവരും റൂമിലേക്ക് കടക്കുന്നതിന് മുമ്പ് കയറല്ലേ എന്ന് നിഷാദ് വിളിച്ചു പറഞ്ഞു. എൻ്റെ കെട്ടിയോൾക്ക് വീഡിയോ എടുക്കാനുള്ളതാണെന്ന്. അങ്ങനെ ഞാൻ ആദ്യം കയറി വീഡിയോ എടുത്തു. 2 നിലകളിലായിട്ടാണ് നമുക്കുള്ള ഈ അപ്പാർട്ട്മെൻറ്റ് റൂമുള്ളത്. കയറുമ്പം തന്നെ ഡൈനിങ് റൂമും കിച്ചനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു റൂമാണ്. പിന്നെ ഇവിടെ ടോയ്ലറ്റ് ആൻഡ് ബാത്റൂം ഉണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഇതാണ് മുകളിലത്തെ റൂം. അത്യാവശ്യം സൗകര്യമുള്ളൊരു റൂമായിരുന്നു. പിന്നെ ഡൈനിങ് ഏരിയയും കിച്ചനും ലിവിങ് സ്പേസൊക്കെ നേരത്തെ കയറുമ്പോൾ തന്നെ കണ്ടല്ലോ. പിന്നെ ഇവിടെ നല്ല സ്റ്റോറേജ് സ്പേസും ഉണ്ടായിരുന്നു. നവീനും അശ്വതിയും മുകളിലത്തെ റൂം എടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ താഴത്തെ റൂമിലേക്ക് പോയി. താഴെ 2 റൂമുണ്ട്. അതിൽ ഒരു റൂം ഞങ്ങൾക്കും മറ്റൊരു റൂം മോൻക്കും ആയിട്ട് ഞങ്ങൾ തിരിച്ചു. ആ ഷെൽഫിൽ കുറച്ച് ബുക്സ് ഉണ്ടായിരുന്നു. 1-2 ഇംഗ്ലീഷ് ബുക്സ് ഉണ്ടായിരുന്നു. പക്ഷേ വായിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. ഞങ്ങൾ നല്ല തിരക്കിലായിരുന്നു. ആദ്യം തന്നെ കണ്ടത് ടോയ്ലറ്റ് ആൻഡ് ബാത്റൂമാണ്. നല്ല സൗകര്യമുള്ള ബാത്റൂമായിരുന്നു. പിന്നെ നമ്മളുടെ റൂം അന്വേഷിച്ച് ഞാൻ നടന്നു. അപ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് 2 റൂം കണ്ടു. ഈ റൂം മോൻക്കുള്ളതാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു റൂമായിരുന്നു. ഇനി നമുക്ക് നമ്മളുടെ റൂം കാണാം. എല്ലാ റൂമിനും ഒരേ ഇൻറ്റീരിയർ തന്നെയാണ്. ഈ റൂം കുറച്ചുകൂടെ വലിപ്പമുണ്ട്. പിന്നെ കുറച്ചുകൂടെ വാർഡ്രോബ് സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ വലിയൊരു മിറർ ഉണ്ട്. ഇതൊക്കെയായിരുന്നു ഈ റൂം ഞങ്ങൾ ചൂസ് ചെയ്യാനുള്ള കാരണം. നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെയായിട്ട് ഡൈനിങ് ഏരിയയിൽ ഇതിൻ്റെ ഹോസ്റ്റ് നമുക്കൊരു വെൽക്കം നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നീടാണ് കണ്ടത്. ഇത് പിന്നെ ഹെൽസിങ്കിയിൽ അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നതാണ്. അതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ റൂമിലെത്തിയതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ പുറത്തിറങ്ങി. അശ്വതിയുടെ ഫ്രണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് ഇന്ന് 8 മണിയോടെ അവസാനിക്കും, അതായത് നാളെ മുതൽ ഉണ്ടാവില്ല എന്ന്. ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ദിവസം ഉണ്ടാവുന്നതായിരുന്നു ഞാൻ കണ്ടിരുന്നത്. പക്ഷേ അശ്വതിയുടെ ഫ്രണ്ട് പറഞ്ഞു, അല്ല, ഞാൻ വെബ്സൈറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇന്ന് 8 മണിയോടെ ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് അവസാനിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ നടന്നിട്ട് ക്രിസ്മസ് മാർക്കറ്റുള്ള സ്ഥലത്തേക്ക് വന്നു. ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് ഉള്ളത് ടാലിനിലെ ഓൾഡ് ടൗണിലാണ്. ഈ കാണുന്ന ഗേറ്റിനപ്പുറമാണ് ഓൾഡ് ടൗൺ ഉള്ളത്. ഈ ഗേറ്റിൻ്റെ പേര് വൈറു ഗേറ്റ് അതോ വീറു ഗേറ്റ് എന്നാണോ എന്ന് എനിക്കറിയില്ല. സ്പെല്ലിങ് VIRU എന്നാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ സ്ഥലം കാണാൻ. ഒരു പ്രത്യേക വൈബായിരുന്നു ഇവിടെ. പിന്നെ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു, തണുപ്പും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വൈബായിരുന്നു ഈ സ്ഥലത്തിന്. 2 സൈഡിലായിട്ട് നിങ്ങളിപ്പോൾ കാണുന്നത് ഷോപ്പുകളാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഹെൽസിങ്കിയിൽ നിന്ന് ആളുകൾ ടാലിനിലേക്കാണ് ഷോപ്പിങ്ങിനായിട്ടൊക്കെ വരുന്നത്. കാരണം ഹെൽസിങ്കി ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ. ഹെൽസിങ്കിനെ അപേക്ഷിച്ചിട്ട് ടാലിനിൽ അത്ര എക്സ്പെൻസീവ് അല്ല, കുറച്ച് ചീപ്പാണ്. അതുകൊണ്ട് ആളുകളൊക്കെ ടാലിനിലേക്കാണ് ഷോപ്പിങ്ങിനൊക്കെ വരുന്നതെന്ന്. നടക്കുന്നതിനിടയിൽ ചില മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചത് സ്ട്രീറ്റ് മ്യൂസീഷ്യൻ്റെ എന്തെങ്കിലും മ്യൂസിക്കൽ പരിപാടി ആയിരിക്കും എന്നാണ്. പിന്നെ മനസ്സിലായത് ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടുള്ള എന്തോ പരിപാടിയാണെന്ന്. നമ്മൾ നടന്ന് ക്രിസ്മസ് മാർക്കറ്റുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിസ്മസ് മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കാണാം. മാർക്കറ്റിലെത്തിയപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ആകർഷിച്ചത് ഈ ഒരു കുഞ്ഞു വീട് സെറ്റപ്പിലുള്ള ഫോട്ടോ ബൂത്താണ്. അതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എത്ര യൂറോ ആണ് ഫോട്ടോസിനൊക്കെ എന്നൊക്കെ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ.
അടുത്തുനിന്ന് എവിടെയോ ഒരു സ്റ്റേജ് ഷോൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്മസ് മാർക്കറ്റിനുള്ളിൽ തന്നെയുള്ളൊരു സ്റ്റേജ് ഷോ ആണ്. നമ്മൾ അങ്ങോട്ടേക്ക് നടക്കാം, എന്താ അവിടെ നടക്കുന്നതെന്ന് നോക്കാം. ഞങ്ങൾ ആ സ്റ്റേജിൻ്റെ അടുത്ത് എത്തി നോക്കുമ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ സ്റ്റേജിലൊരു ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു. ഇത് ഏത് ഡാൻസ് ആണെന്ന് എനിക്കറിയില്ല, പിന്നെ ഈ നാട്ടിലെ ഡാൻസ് ആണോ എന്നും എനിക്കറിയില്ല. കണ്ടിട്ട് തോന്നിയത് ബെല്ലി ഡാൻസ് ആണെന്നാണ്. കുറച്ച് നേരം സ്റ്റേജ് ഷോ കണ്ടതിന് ശേഷം ഞങ്ങൾ ഫുഡ് സ്റ്റാളിലേക്ക് നടന്നു. ക്രിസ്മസ് മാർക്കറ്റിൽ മെയിനായിട്ടും ബിയറും വൈൻസും ഒക്കെയാണ് കാണുക. ഞങ്ങളുടെ ഉദ്ദേശം എന്തെങ്കിലും സ്വീറ്റ്സ്, അതായത് കുക്കീസോ കേക്ക്സോ അതല്ലെങ്കിൽ ഡോണറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചാണ് ഞങ്ങൾ നടക്കുന്നത്. കുറച്ച് നേരം ഞങ്ങൾ ഫുഡൊക്കെ അന്വേഷിച്ച് നടന്നെങ്കിലും ഞങ്ങൾ ഒന്നും കഴിച്ചില്ല. ഇവിടുന്ന് ഞങ്ങൾ എന്തായാലും റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ വാങ്ങി അവിടുന്ന്. സ്വതവേ കറൂസിൽ കാണുമ്പോൾ മോള് അതിൽ കയറണമെന്ന് വാശി പിടിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ വാശിയൊന്നും പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അതിൻ്റെ മുന്നിൽ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. വെറുതെ അല്ല, യൂറോപ്പിലെ ബെസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റിൽ ഒന്നായിട്ട് ടാലിനിലെ ക്രിസ്മസ് മാർക്കറ്റിനെ പറയുന്നത്. ഞങ്ങൾ കണ്ടിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഈ ടാലിനിലെ ക്രിസ്മസ് മാർക്കറ്റ്. പിന്നീട് ഞങ്ങൾ ഓൾഡ് ടൗണിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് നടന്നു. മെയിനായിട്ട് ഞങ്ങളുടെ ഉദ്ദേശം, ഇവിടെ ഒരു കത്തീഡ്രൽ ഉണ്ട്. ടാലിൻ്റെ ഫോട്ടോസിലൊക്കെ മെയിനായിട്ട് കാണുന്ന ഒരു കത്തീഡ്രലാണ്. അലക്സാണ്ടർ നെവ്സ്കി കത്തീഡ്രൽ എന്നാണ് അതിൻ്റെ പേര്. അത് കാണാനായിട്ടാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഞങ്ങൾ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നോക്കി അവസാനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി, കാരണം ഒരു സ്ലോപ്പായിട്ടുള്ളൊരു വഴിയായിരുന്നു. ഇങ്ങനെ കയറി വരണം. എന്തായാലും അവസാനം ഞങ്ങളിവിടെ എത്തി. രാത്രി ആയതുകൊണ്ട് ഈ കത്തീഡ്രലിൻ്റെ ഭംഗി അത്രക്കങ്ങ് മനസ്സിലാകുന്നില്ല. ഫോട്ടോസിലൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ എന്തായാലും ഇവിടേക്ക് വരുന്നുണ്ട്, അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഭംഗി ശരിക്കും മനസ്സിലാവും. ഈ കത്തീഡ്രലിൻ്റെ ഓപ്പോസിറ്റായി കാണുന്ന ആ കെട്ടിടം ടോംപെ കാസിലാണ്. പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്നറിയില്ല, ഞാൻ എന്തായാലും എഴുതാം. ഇതിപ്പോൾ എസ്റ്റോണിയയുടെ പാർലമെൻറ്റാണ്. രാത്രി ആയതുകൊണ്ട് നമുക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല. എന്തായാലും നാളെ വരുമ്പോൾ ഒന്നുകൂടെ വീഡിയോ എടുക്കുന്നതാണ്, അന്നേരം വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഈ കത്തീഡ്രലിൻ്റെ മെയിൻ എൻട്രൻസ്. നമ്മൾ നേരത്തെ നടന്നെത്തിയിരുന്നത് ബാക്ക് സൈഡിലായിരുന്നു. അതാണ് നമുക്ക് അത്ര വ്യക്തമായിട്ട് മനസ്സിലാവാതിരുന്നത്. ഫ്രണ്ട് സൈഡിലെത്തിയിട്ട് കുറച്ചുകൂടെ ബാക്കിലേക്ക് നീങ്ങി നിന്നിട്ട് നോക്കുമ്പോൾ ഈ കത്തീഡ്രലിൻ്റെ സ്ട്രക്ചറൊക്കെ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മൾ നാളെയും ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് അറിയണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറേ നേരം ഞങ്ങൾ ആ സ്ഥലത്ത് നിന്നു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പക്ഷേ പിറ്റേ ദിവസവും ഞങ്ങൾ ഓൾഡ് ടൗണിൽ പോയിട്ടുണ്ട്. നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും രാത്രിയിൽ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ നടന്നു. ഇനി ഞങ്ങളുടെ ഉദ്ദേശം നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു നല്ല റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് ഞങ്ങൾ നടക്കുകയാണ്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടാലിന് ഇത്രക്കും ഭംഗിയുള്ളൊരു സ്ഥലമാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഹെൽസിങ്കിയെ അപേക്ഷിച്ചിട്ട് ടാലിന് നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഹെൽസിങ്കി ഒരു ഡള്ളായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് തോന്നിയത്. മഞ്ഞ് പെയ്തത് കാരണമാണ് ആ സ്ഥലം ഞങ്ങൾക്ക് ഇഷ്ടമാവാൻ കാരണം. അപ്പോൾ ഹെൽസിങ്കിയിലേക്കാളും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ടാലിൻ ശരിക്കും അത്ഭുതപ്പെടുത്തി. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ടാലിന്. ഒരു പ്രത്യേക വൈബാണ് ഈ സ്ഥലത്തിന്. ഗൂഗിളിലെ റിവ്യൂ നോക്കി ഞങ്ങൾ ഒരു എത്തിയപ്പോൾ മനസ്സിലായി കുറച്ചൊരു ക്ലാസ് റെസ്റ്റോറൻ്റാണ് ഇതെന്ന്. ഫൈൻ ഡൈനിങ്ങിന് പറ്റിയൊരു റെസ്റ്റോറൻ്റാണ് ഇത്. വിശന്ന് വലഞ്ഞ് പോയിരുന്ന് കഴിക്കേണ്ട ഒരു റെസ്റ്റോറൻ്റ് അല്ല, ഫാൻസി മീലൊക്കെ കഴിക്കേണ്ട ഒരു സ്ഥലമാണ് അത്. എന്തായാലും മെനുവിൽ കണ്ട ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നിയ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ചു. എന്നിട്ട് തിരിച്ച് നടന്നു. നമ്മൾ തിരിച്ച് നടന്നത് ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഭാഗത്തു കൂടെ തന്നെയാണ്. നേരത്തെ ക്രിസ്മസ് മാർക്കറ്റിൽ വന്നപ്പോൾ കാണാത്ത ചില ഭാഗങ്ങളൊക്കെ ഞങ്ങൾ ഈ തിരിച്ചു വരുന്ന സമയത്ത് കണ്ടു. അപ്പോൾ ഒന്നുകൂടെ ആ വഴിക്കൊക്കെ നടന്നിട്ട് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. ഇപ്പോൾ സമയം രാത്രി 9:30. നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ഇറങ്ങിയിട്ട് ഹെൽസിങ്കി ഒന്ന് കറങ്ങി. അതിനുശേഷം ക്രൂയിസ് ഷിപ്പ് എടുത്തിട്ട് ടാലിനിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ടാലിന്ന് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് നമ്മൾ ക്രിസ്മസ് മാർക്കറ്റ് കാണാനൊക്കെ ആയിട്ട് ഇറങ്ങിയത്. അപ്പോൾ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.